ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എക്കാലത്തും താരസമ്പന്നമാണ്. ഓരോ വർഷവും പ്രതിഭ തെളിയിച്ച് നിരവധി താരങ്ങൾ വളർന്നു വരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥിരം സീറ്റ് നേടുക എന്നത് ഏറെക്കുറെ പ്രയാസമുള്ള കാര്യമാണ്. അത്രത്തോളം മികച്ച പ്രകടനം നടത്താത്ത പക്ഷം ഇന്ത്യൻ ടീമിനൊപ്പം വലിയൊരു കരിയർ സൃഷ്ടിച്ചെടുക്കാനാവില്ല. ഇതിനോടകം 4 ലോകകപ്പ് നേടിയ ടീമാണ് ഇന്ത്യ. 2 ഏകദിന ലോകകപ്പും 2 T20 ലോകകപ്പും ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യയുടെ സൂപ്പർ താരനിരയെ പരിഗണിച്ച് ഒരിക്കലും തോൽപ്പിക്കാനാവാത്ത ഇന്ത്യൻ 11 പരിഗണിച്ചാൽ ആരൊക്കെയാവും അതിൽ ഉൾപ്പെടുക? പരിശോധിക്കാം. ഇന്ത്യൻ ആരാധകർ കാണാൻ കൊതിച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകളിലൊന്നാണ് രോഹിത് ശർമ്മ, വീരേന്ദ്ര സെവാഗ് കൂട്ടുകെട്ട്. 2 പേരും കടന്നാക്രമിക്കുന്ന ബാറ്റ്സ്മാൻമാരാണ്. സെവാഗ് ബാറ്റിംഗ് ലോകത്തെ വിനാശകാരി എന്ന പേരോടെ കസറുമ്പോൾ രോഹിത് ശർമ്മ ആരാധകരുടെ ഹിറ്റ് മാനാണ്. 2 പേരും തുടക്കം മുതൽ കടന്നാക്രമിക്കും. പവർ പ്ലേയിൽ ഇത്തരമൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ലഭിക്കാൻ ഏതൊരു ടീമും ആഗ്രഹിക്കുമെന്ന് പറയാം. ഇരുവരുടെയും കണക്കുകളും മികച്ചതാണ്. ഏകദിനത്തിൽ രോഹിത് 3 ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ്. സെവാഗ് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറിയും ടെസ്റ്റിൽ 2 ട്രിപ്പിൾ സെഞ്ചുറിയും നേടിയിട്ടുള്ള അപൂർവ താരങ്ങളിലൊരാളാണ്. ഈ കൂട്ടുകെട്ട് ഒരിക്കലെങ്കിലും ഓപ്പണിംഗിലെത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലിയാണുള്ളത്. സച്ചിൻ തെണ്ടുൽക്കറുടെ 49 ഏകദിന സെഞ്ചുറി റെക്കോർഡ് തകർത്ത കോഹ്ലി സച്ചിൻ്റെ 100 അന്താരാഷ്ട്ര സെഞ്ചുറി എന്ന റെക്കോർഡിനും വലിയ ഭീഷണി ഉയർത്തുന്ന താരമാണ്. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് കോഹ്ലി. റൺസ് പിന്തുടരുമ്പോൾ കോഹ്ലിക്ക് അസാധ്യ മികവാണുള്ളത്. കോഹ്ലിയുടെ സ്ഥിരത അധികമാർക്കും അവകാശപ്പെടാനാവാത്തതാണ്. 4-ാം നമ്പറിൽ സച്ചിൻ ടെണ്ടുൽക്കറിനാണ് സീറ്റ്. ലോക ക്രിക്കറ്റിൻ്റെ ഇതിഹാസമാണ് സച്ചിൻ. ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന വിശേഷണം നേടിയ സച്ചിനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ റൺവേട്ടയിലും സെഞ്ചുറിയിലും തലപ്പത്ത് നിൽക്കുന്നത്. ലോകകപ്പ് നേടാനുള്ള ഭാഗ്യവും സച്ചിന് ലഭിച്ചു. സച്ചിനെപ്പോലെ ലോക ക്രിക്കറ്റിനെ സ്വാധീനിച്ച മറ്റൊരു താരവും ഇല്ലെന്ന് നിസ്സംശയം പറയാം. 5-ാം നമ്പറിൽ യുവരാജ് സിംഗിനാണ് അവസരം. ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയാണ് യുവരാജ്. 2007 T20 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും ഇന്ത്യ അലമാരയിൽ എത്തിച്ചതിന് പിന്നിൽ യുവരാജിന്റെ മികവാണ് എടുത്തു പറയേണ്ടത്. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും മത്സരഫലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് യുവരാജ്. ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ എക്കാലത്തും ഇടം നേടിയിട്ടുള്ള താരമാണ് യുവരാജ്. ഈ 11ന്റെ നായകൻ MS ധോണിയാണ്. ഇന്ത്യയെ 3 ICC ട്രോഫിയിലേക്ക് എത്തിച്ച ക്യാപ്റ്റനാണ് ധോണി. വിക്കറ്റ് കീപ്പറായും നായകനായും ധോണിയാണുള്ളത്. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഫിനിഷറും വിക്കറ്റ് കീപ്പർമാരിലൊരാളുമാണ് ധോണി. 7-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സ്ഥാനമില്ല. ഇന്ത്യക്ക് ആദ്യ ലോകകപ്പ് നേടിക്കൊടുത്ത നായകനും പേസ് ഓൾറൗണ്ടറുമായ കപിൽ ദേവിനാണ് സീറ്റ്. അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് അവസരമില്ല. 8-ാം നമ്പറിൽ ഹർഭജൻ സിംഗിനാണ് അവസരം. സ്പിന്നർ എന്ന നിലയിൽ മാത്രമല്ല, ബാറ്റ് കൊണ്ടും നിർണായകമായ പ്രകടനം നടത്തുന്ന താരമാണ് ഹർഭജൻ. പേസ് നിരയിൽ സഹീർ ഖാനാണ് ഇടം കയ്യനായുള്ളത്. മനോഹരമായ ബൗളിംഗ് ആക്ഷൻ കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ നേടിയ ബൗളറാണ് സഹീർ. 10-ാം നമ്പറിൽ ജസ്പ്രീത് ബുംറയാണുള്ളത്. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബൗളർമാരിലൊരാളായ ബുംറയുടെ യോർക്കറുകൾ ബാറ്റ്സ്മാനെ വിറപ്പിക്കുന്നു. മുഹമ്മദ് ഷമിയാണ് 11-ാമൻ. സ്വിംഗ് ബൗളിംഗ് കൊണ്ട് എതിരാളികളുടെ കണക്ക് കൂട്ടൽ തെറ്റിക്കുന്ന ബൗളറാണ് മുഹമ്മദ് ഷമി എന്ന് പറയാം.